ഈ കാണുന്നത് എൻ്റെ മോളാണ്, ചെറിയ മോൾ LKG പഠിക്കുക. അവൾ പള്ളിയുടെ മുന്നിൽ കല്ലുകൾ കൂട്ടിയിട്ടിരുന്നു. അതിൻ്റെ ഏറ്റവും മുകളിൽ പോയി ആ മല കീഴടക്കിയതിൻ്റെ ആഹ്ലാദത്തിലാണ്. ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ സീനാണ് കാണുന്നത്. ഇവിടെ പഴയ ഞാൻ പ്രതികരിക്കുന്നൊരു രീതിയുണ്ട്, മിക്ക രക്ഷിതാക്കളും പ്രതികരിക്കുന്ന രീതി. എന്തിനാണ് അതിൻ്റെ മുകളിൽ കയറിയത്? അതിമെന്നെങ്ങാനും മൂക്കും കുത്തി വീണാൽ ആ ഡ്രസ്സിലൊക്കെ ചളിയായി, ഇനി അന്യം കൊണ്ട് ഞാൻ പോണ്ടേ എന്ന രീതിയിൽ നെഗറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കാം. പുതിയ എന്നിൽ നിന്നുണ്ടായ പ്രതികരണം മറിച്ചായിരുന്നു. ഇന്ന് മോൾ ഒറ്റക്ക് കയറിയോ? അടിപൊളിയാണല്ലോ. ഇനി വെച്ച് ഷൂട്ട് ചെയ്യുക, വീഡിയോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ നീ പതുക്കെ ഇറങ്ങണം കേട്ടോ, വീഡിയോയിൽ കിട്ടൂല സ്പീഡിൽ ഇറങ്ങിയാൽ എന്ന് പറഞ്ഞ് അവളെ പതുക്കെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. കാരണം ഞാനെങ്ങാനും ചീത്ത പറഞ്ഞാൽ അവൾ ഓടിയിറങ്ങും. ഓടിയിറങ്ങിയാൽ ഈ പറയപ്പെട്ട മൂക്കുകുത്തി വീഴലും ചളിയാവലും ഒക്കെ സംഭവിക്കും. വീഡിയോ ഷൂട്ട് ചെയ്തു, അവൾ പതുക്കെ ഇറങ്ങി വന്നു. ഒരു കുഴപ്പമില്ല എനിക്കും അവൾക്കും. തിരിച്ച് വന്നതിൻ്റെ ശേഷം പറഞ്ഞു, ഇനി മോള് എവിടെ കയറുമ്പോഴും ഇപ്പച്ചിനോട് പറയണം. അത് ഇപ്പച്ചി ഷൂട്ട് ചെയ്യും, വീഡിയോ എടുക്കും, എന്നിട്ട് കയറിയാൽ മതി കേട്ടോ. അല്ലാതെ ഒറ്റക്ക് കയറരുത് കേട്ടോ. ഒറ്റക്ക് കയറുമ്പോൾ ഇപ്പച്ചി കാണൂല, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് കയറണം. ഒരു കുഴപ്പമില്ല, അവൾ ഇനി കാണുമ്പോൾ പറഞ്ഞോളും, വീഡിയോ എടുക്കാൻ വേണ്ടിയാണെങ്കിലും. അപ്പോൾ നമ്മളടുത്തുണ്ടല്ലോ, കയറിക്കോട്ടെ. പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അവിടെ കയറിയപ്പോൾ അവൾ ചിരിക്കുന്ന ചിരി ഹിലാരി എവറസ്റ്റ് കീഴടക്കിയപ്പോൾ ചിരിച്ച ചിരിയാണ്. ഹിലാരിക്ക് എവറസ്റ്റ് കീഴടക്കിയപ്പോൾ കിട്ടിയ സന്തോഷമാണ്. അത് ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. കാരണം ആ കുട്ടിയുടെ ഏജിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. അവർക്കതൊക്കെ വലിയൊരു സംഭവമാണ്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തളർന്നു പോകും. എന്തിനാണ് അവരെ തളർത്തുന്നത്?